നമസ്കാരം. ജ്യോതിഷലോകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നക്ഷത്രമണ്ഡലത്തിലെ തന്നെ ഏറ്റവും തേജസ്സുള്ള, ഏറ്റവും സൗന്ദര്യമുള്ള, കലകളുടെയും നിർമ്മാണത്തിൻ്റെയും അധിപനായ ചിത്തിര നക്ഷത്രത്തെക്കുറിച്ചാണ്. 2026 എന്ന ഈ പുതുവർഷം ചിത്തിര നക്ഷത്രക്കാർക്ക് എന്തൊക്കെ അത്ഭുതങ്ങളാണ് കാത്തുവച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് സ്വന്തമായി ഒരു വീട്, ഒരു വാഹനം എന്നൊക്കെയുള്ള വലിയ വലിയ സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് നിങ്ങളിൽ പലരും. ചിത്തിര നക്ഷത്രക്കാർ എന്ന് പറഞ്ഞാൽ തന്നെ വിശ്വകർമാവിൻ്റെ, അതായത് ദേവശില്പിയുടെ അനുഗ്രഹമുള്ളവരാണ്. മറ്റുള്ളവർക്ക് വേണ്ടി മനോഹരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങൾ. പക്ഷേ സ്വന്തം കാര്യത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഒന്നും ശരിയാകാത്ത, അല്ലെങ്കിൽ ആഗ്രഹിച്ചതൊന്നും നടക്കാത്ത ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകാറുണ്ട്. എന്നാൽ 2026 കടക്കുമ്പോൾ ആ വിധി മാറാൻ പോവുകയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള വാതിൽ തുറക്കാൻ പോവുകയാണ്. വീടും വാഹനവും മാത്രമല്ല, ജീവിതത്തിൽ ഇന്നുവരെ ലഭിക്കാത്ത പല സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന ഒരു വർഷമായിരിക്കും 2026. അതെങ്ങനെയാണെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നും ഈ ഭാഗ്യം നിലനിർത്താൻ നിങ്ങൾ ചെയ്യേണ്ട ലളിതമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഞാൻ വിശദമായി പറഞ്ഞുതരാം. ചിത്തിര നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവർ പാതി കന്നിക്കൂറിലും പാതി തുലാക്കൂറിലുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് സ്വഭാവങ്ങൾ ഇവരിൽ കാണാം. ബുധന്റെ ബുദ്ധിശക്തിയും ശുക്രന്റെ സൗന്ദര്യബോധവും ഒത്തിണങ്ങിയ അപൂർവ ജന്മങ്ങളാണ് നിങ്ങൾ. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായിട്ട് നിങ്ങൾ അനുഭവിച്ച മാനസിക സംഘർഷം ചെറുതൊന്നുമല്ല എന്നെനിക്കറിയാം. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത അവസ്ഥ. കയ്യിൽ പണം വരുന്നുണ്ടെങ്കിലും അതെങ്ങോട്ട് പോകുന്നു എന്നറിയാത്ത അവസ്ഥ. സ്വന്തം വീട്ടുകാർ പോലും നിങ്ങളെ തെറ്റിദ്ധരിക്കുന്ന സാഹചര്യം. ഇതൊക്കെ നിങ്ങൾ നേരിട്ടിട്ടുണ്ട്. പല രാത്രികളിലും ഉറക്കമില്ലാതെ എന്തിനാണ് എനിക്ക് ഈ ജന്മം എന്നുവരെ ചിന്തിച്ചു പോയ നിമിഷങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകും. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആ കാലം കഴിയുകയാണ്. ഇരുട്ടുമാറി വെളിച്ചം വരികയാണ്. 2026 ചിത്തിര നക്ഷത്രക്കാർക്ക് ഒരു ഉയിർത്തെഴുന്നേൽപ്പിൻ്റെ വർഷമാണ്. ആദ്യം തന്നെ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ആ വലിയ കാര്യത്തെക്കുറിച്ച് പറയാം. വീട്. ചിത്തിര നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് സ്വന്തമായൊരു വീട് എന്നത്. കാരണം നിങ്ങൾ ഭംഗി ഇഷ്ടപ്പെടുന്നവരാണ്. വാടക വീടുകളിൽ മാറി മാറി താമസിച്ചു മടുത്തവരായിരിക്കും നിങ്ങളിൽ ഭൂരിഭാഗവും. അല്ലെങ്കിൽ പണി പാതി വഴിയിൽ മുടങ്ങിപ്പോയ ഒരു വീട് നോക്കി നെടുവീർപ്പെടുന്നവരാകും. 2026 ഗ്രഹനിലകൾ നിങ്ങൾക്ക് അനുകൂലമായി മാറുകയാണ്. ഭൂമിയുടെ കാരകനായ ചൊവ്വയാണ് നിങ്ങളുടെ നക്ഷത്രനാഥൻ. അതുകൊണ്ട് തന്നെ ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ, വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ 2026 നിങ്ങൾക്ക് വലിയ മുന്നേറ്റമുണ്ടാകും. സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് വയ്ക്കാനുള്ള യോഗം തെളിയും. സ്ഥലം വാങ്ങിവെച്ചിട്ട് വീട് പണി തുടങ്ങാൻ പറ്റാത്തവർക്ക് അതിനുള്ള തടസ്സങ്ങൾ മാറും. ഇനി വീട് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനും ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. നിങ്ങളുടെ മനസ്സിൽ ഒരു വീടിൻ്റെ പ്ലാൻ എപ്പോഴും ഉണ്ടാകും. അടുക്കള എവിടെ വേണം, പൂജാമുറി എവിടെ വേണം, പെയിൻറ്റിംഗ് ഏത് കളർ വേണം എന്നൊക്കെ നിങ്ങൾ മുൻകൂട്ടി കണ്ടുവച്ചിട്ടുണ്ടാകും. ആ സ്വപ്നം അതേപടി യാഥാർത്ഥ്യമാക്കാൻ 2026 നിങ്ങൾക്ക് സാധിക്കും. ലോൺ കിട്ടാനുള്ള തടസ്സങ്ങൾ മാറും. കുടുംബത്തിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കും. ചിലർക്ക് പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള യോഗം പോലും കാണുന്നുണ്ട്. തറവാട് ഭാഗം വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ന്യായമായി കിട്ടേണ്ട വിഹിതം ലഭിക്കും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം. വീട് പണി തുടങ്ങുമ്പോൾ അത് പെട്ടെന്ന് തീർക്കാൻ ശ്രമിക്കരുത്. ചിത്തിര നക്ഷത്രക്കാർക്കൊരു കുഴപ്പമുണ്ട്. എന്തെങ്കിലും ഒന്ന് തുടങ്ങിയാൽ അത് അപ്പോൾ തന്നെ തീർക്കണം എന്ന വാശി. വീട് പണി സാവധാനം, ക്ഷമയോടെ ചെയ്യുക. എങ്കിലേ അതിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭംഗി കിട്ടുകയുള്ളൂ. ഇനി വാഹനത്തിൻ്റെ കാര്യം. ചിത്തിര നക്ഷത്രക്കാർക്ക് വാഹനങ്ങളോട് വലിയ ഭ്രമമാണ്. പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് 2026 ഭാഗ്യവർഷമാണ്. നിങ്ങൾ ആഗ്രഹിച്ച കളറിലുള്ള, ആഗ്രഹിച്ച കമ്പനിയുടെ വാഹനം തന്നെ സ്വന്തമാക്കാൻ സാധിക്കും. 2 വീലർ മാറ്റി 4 വീലർ ആക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും. വാഹനവുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക്, അതായത് ഡ്രൈവർമാർക്കോ അല്ലെങ്കിൽ ട്രാവൽ ഏജൻസി നടത്തുന്നവർക്കോ ഒക്കെ 2026 വലിയ ലാഭം നൽകുന്ന വർഷമാണ്. പുതിയ വണ്ടികൾ ഓടാനിറക്കും. പക്ഷേ വണ്ടി ഓടിക്കുമ്പോൾ ചെറിയൊരു ശ്രദ്ധ എപ്പോഴും നല്ലതാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് വേഗതയോട് കുറച്ച് താൽപ്പര്യം കൂടുതലാണ്. 2026 അമിത വേഗത ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വണ്ടിയുടെ അറ്റകുറ്റപ്പണികൾ കൃത്യസമയത്ത് ചെയ്യുക. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ
2026 ചിത്തിര നക്ഷത്രക്കാർക്ക് ഒരു മിക്സഡ് വർഷമാണെന്ന് പറയാം. പണം വരും, നന്നായി വരും, പക്ഷേ ചെലവും അതുപോലെ ഉണ്ടാകും. എന്നാൽ ആ ചെലവുകൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും എന്നതാണ് ആശ്വാസം. വീട് പണിക്ക് വേണ്ടിയോ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സ്വർണം വാങ്ങുന്നതിനോ ഒക്കെയായിരിക്കും പണം ചിലവാകുക. ധൂർത്തൊഴിവാക്കിയാൽ സാമ്പത്തികമായി വലിയൊരു സമ്പാദ്യമുണ്ടാക്കാൻ 2026 നിങ്ങൾക്ക് സാധിക്കും. ചിട്ടികളിൽ ചേരുന്നതോ ഇൻഷുറൻസ് പോളിസികൾ എടുക്കുന്നതോ ഒക്കെ ഭാവിയിലേക്ക് ഗുണം ചെയ്യും. ആരെയും വിശ്വസിച്ച് പണം കടം കൊടുക്കരുത്. അത് തിരിച്ചു കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ജാമ്യം നിൽക്കുന്നതും ഒഴിവാക്കുക. നിങ്ങളുടെ നല്ല മനസ്സ് മുതലെടുക്കാൻ പലരും വരും. ഇല്ല എന്ന് പറയാൻ പഠിക്കുക എന്നത് 2026 ചിത്തിര നക്ഷത്രക്കാർ പഠിക്കേണ്ട ഒരു പാഠമാണ്. തൊഴിൽ മേഖലയിൽ 2026 ചിത്തിര നക്ഷത്രക്കാർക്ക് അംഗീകാരങ്ങളുടെ വർഷമാണ്. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും ആരും അത് കാണുന്നില്ല എന്ന പരാതി നിങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ 2026 നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കും. മേലുദ്യോഗസ്ഥരുടെ പ്രശംസ പിടിച്ചുപറ്റാൻ സാധിക്കും. പ്രമോഷൻ കാത്തിരിക്കുന്നവർക്ക് അത് ലഭിക്കും. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഉത്തരവ് ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് യൂണിഫോം ഇട്ട ജോലികൾ, പോലീസ്, പട്ടാളം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് 2026 വളരെ നല്ലതാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലേക്കോ യൂറോപ്പിലേക്കോ പോകാൻ ശ്രമിക്കുന്നവർക്ക് വിസ തടസ്സങ്ങൾ മാറും. അവിടെ ചെന്ന് നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. ഇനി ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യം. ചിത്തിര നക്ഷത്രക്കാർക്ക് സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. ആരുടെയും കീഴിൽ നിൽക്കാൻ താൽപ്പര്യമില്ലാത്തവരാണ്. 2026 പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായി തുടങ്ങാം. പ്രത്യേകിച്ച് വസ്ത്രവ്യാപാരം, ജ്വല്ലറി, ഫാൻസി ഐറ്റംസ്, ഇന്റീരിയർ ഡിസൈനിംഗ് തുടങ്ങിയ മേഖലകളിൽ തിളങ്ങാൻ സാധിക്കും. കാരണം ശുക്രന്റെ സ്വാധീനം നിങ്ങൾക്കുള്ളതുകൊണ്ട് സൗന്ദര്യവുമായി ബന്ധപ്പെട്ട എന്ത് ബിസിനസ്സും നിങ്ങൾക്ക് ലാഭം തരും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുമ്പോൾ രേഖകൾ കൃത്യമായി സൂക്ഷിക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. വിവാഹകാര്യങ്ങളിൽ 2026 ചിത്തിര നക്ഷത്രക്കാർക്ക് മംഗളകരമായ വർഷമാണ്. വിവാഹം വൈകി വിഷമിച്ചിരിക്കുന്നവർക്ക് നല്ലൊരു ആലോചന വരികയും അത് നടക്കുകയും ചെയ്യും. പ്രണയിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹം കഴിക്കാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറി സ്നേഹം വർദ്ധിക്കും. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കൂടുതൽ മനസ്സിലാക്കി മുന്നോട്ടു പോകും. സന്താനഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് 2026 തൊട്ടിലിൽ ഒരു കുഞ്ഞു കളിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും ഉയർച്ചയുണ്ടാകും. അവർ പഠിച്ച് മിടുക്കരാകുന്നത് കണ്ട് നിങ്ങൾക്ക് അഭിമാനിക്കാൻ അവസരം ലഭിക്കും. പക്ഷേ ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ പറയുമ്പോഴും ചിത്തിര നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. പ്രധാനമായും നിങ്ങളുടെ ആരോഗ്യം. പുറമേ കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിലും ഉള്ളിൽ ചെറിയ ചെറിയ അസുഖങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. പ്രത്യേകിച്ച് മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾ, വയറുവേദന, ഉഷ്ണരോഗങ്ങൾ എന്നിവ ചിത്തിര നക്ഷത്രക്കാർക്ക് 2026 വരാൻ സാധ്യതയുണ്ട്. വെള്ളം ധാരാളം കുടിക്കുക, എരിവും പുളിയും കുറയ്ക്കുക, കൃത്യസമയത്ത് ആഹാരം കഴിക്കുക. ചെറിയ അസുഖം വന്നാൽ പോലും സ്വയം ചികിത്സിക്കാതെ ഡോക്ടറെ കാണണം. അതുപോലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കണം. ചിത്തിര നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമുണ്ട്. ആ ദേഷ്യം നിയന്ത്രിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യത്തെയും ബന്ധങ്ങളെയും ബാധിക്കും. ദേഷ്യം വരുമ്പോൾ മൗനം പാലിക്കുക. ശത്രുക്കളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർ 2026 നിഷ്പ്രഭരാകും. നിങ്ങളുടെ വളർച്ച കണ്ട് അസൂയപ്പെടുന്നവരുണ്ടാകും. പക്ഷേ അതൊന്നും കാര്യമാക്കേണ്ടതില്ല. നിങ്ങളുടെ വഴിയിൽ സത്യസന്ധമായി മുന്നോട്ടു പോകുക. ഈശ്വരാധീനം 2026 നിങ്ങൾക്ക് ധാരാളമുണ്ട്. പ്രത്യേകിച്ച് ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ചിത്തിര നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ്. ഭദ്രകാളി ക്ഷേത്രത്തിലോ ദുർഗാ ക്ഷേത്രത്തിലോ പോയി രക്തപുഷ്പാഞ്ജലി കഴിക്കുന്നത് ശത്രുദോഷം മാറാൻ സഹായിക്കും. അതുപോലെ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ചിത്തിര നക്ഷത്രക്കാർക്ക് ഗുണം ചെയ്യും. കാരണം ചൊവ്വയാണ് നിങ്ങളുടെ നക്ഷത്രനാഥൻ എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ചൊവ്വയുടെ ദോഷങ്ങൾ മാറാൻ സുബ്രഹ്മണ്യ ഭജനം ഉത്തമമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2026 ഒരു സുവർണ കാലഘട്ടമാണ്. പഠനത്തിൽ ഏകാഗ്രത വർദ്ധിക്കും. പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് വാങ്ങാൻ സാധിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അതായത് ഡാൻസ്, പാട്ട്, ചിത്രം വര എന്നിവയിലൊക്കെ വലിയ അംഗീകാരങ്ങൾ ലഭിക്കും. മത്സരങ്ങളിൽ വിജയിക്കാൻ സാധിക്കും. സ്കൂൾ കോളേജ് തലങ്ങളിൽ ലീഡർഷിപ്പ് പദവികൾ നിങ്ങളെ തേടിയെത്തും.
മാതാപിതാക്കൾ ചിത്ര നക്ഷത്രക്കാരായ കുട്ടികളുടെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത്. അവരെ വെറും പഠനത്തിൽ മാത്രം തളച്ചിട്ടരുത്. മറ്റൊരു പ്രധാന കാര്യം, 2026-ൽ ചിത്ര നക്ഷത്രക്കാർക്ക് യാത്രകൾ ധാരാളം ചെയ്യേണ്ടി വരും. അത് തീർത്ഥാടന യാത്രകളാകാം, വിനോദയാത്രകളാകാം, അല്ലെങ്കിൽ ജോലി സംബന്ധമായ യാത്രകളാകാം. ഈ യാത്രകളെല്ലാം നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. പുതിയ സ്ഥലങ്ങൾ കാണുന്നതും പുതിയ ആളുകളെ പരിചയപ്പെടുന്നതും നിങ്ങളുടെ മനസ്സിന് വലിയ ഉന്മേഷം നൽകും. 2026-ൽ ചിത്ര നക്ഷത്രക്കാർക്ക് ഭാഗ്യ നിറങ്ങൾ എന്ന് പറയുന്നത് വെള്ള, ചുവപ്പ്, ഓറഞ്ച് എന്നിവയാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരും. അതുപോലെ പവിഴം അല്ലെങ്കിൽ വജ്രം ധരിക്കുന്നത് നല്ലതാണ്. പക്ഷേ അതൊരു നല്ല ജ്യോത്സ്യനെ കണ്ട് ജാതകം പരിശോധിച്ച് മാത്രം ധരിക്കുക. ചിത്ര നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് 2026 വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ യോഗമുണ്ട്. ഭർത്താവിൽ നിന്നും മക്കളിൽ നിന്നും സ്നേഹവും ബഹുമാനവും ലഭിക്കും. ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് ഓഫീസിൽ നല്ല പേര് കേൾക്കാൻ സാധിക്കും. സ്വന്തമായി വരുമാനം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് 2026-ൽ അതിനുള്ള അവസരങ്ങൾ തെളിയും. തയ്യൽ, കുക്കിംഗ്, ഓൺലൈൻ ബിസിനസ്, അങ്ങനെ എന്തുമാവട്ടെ, നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാകുന്ന വർഷമാണ് 2026. എങ്കിലും ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, ചിത്ര നക്ഷത്രക്കാർക്ക് എടുത്തുചാട്ടം കുറച്ച് കൂടുതലാണ്. അപ്പപ്പോൾ തോന്നുന്നത് അപ്പപ്പോൾ ചെയ്യുക എന്ന ശീലം 2026-ൽ ഒന്ന് മാറ്റിവെക്കുന്നത് നല്ലതാണ്. ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് 2 വട്ടം ആലോചിക്കുക. മുതിർന്നവരുടെ അഭിപ്രായം ചോദിക്കുക. എടുത്തുചാടി വാക്കുകൾ പറയരുത്. നിങ്ങളുടെ വാക്കുകൾക്ക് മൂർച്ച കൂടുതലാണ്. അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാം. ബന്ധങ്ങൾ തകരാൻ അത് കാരണമാകും. അതുകൊണ്ട് സംസാരത്തിൽ മിതത്വം പാലിക്കുക. 2026-ൽ നിങ്ങൾ ചെയ്യേണ്ട ചില ലളിതമായ പരിഹാരങ്ങൾ കൂടി പറഞ്ഞു തരാം. ഒന്നാമതായി, എല്ലാ ചൊവ്വാഴ്ചയും വ്രതമെടുക്കുന്നത് വളരെ നല്ലതാണ്. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി തൊഴുകുക. രണ്ടാമതായി, വീട്ടിൽ എന്നും വൈകുന്നേരം നിലവിളക്ക് കൊളുത്തി നാമം ജപിക്കുക. ഇത് വീട്ടിലെ നെഗറ്റീവ് എനർജി മാറാൻ സഹായിക്കും. മൂന്നാമതായി, കഴിയുമെങ്കിൽ അനാഥാലയങ്ങളിലോ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നവർക്കോ അന്നദാനം നടത്തുക. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നത് വലിയ പുണ്യമാണ്. അത് നിങ്ങളുടെ തലമുറകൾക്ക് ഗുണം ചെയ്യും. ചിത്തിര നക്ഷത്രക്കാർ പൊതുവെ അഭിമാനികളാണ്. ആരുടെയും മുന്നിൽ കൈ നീട്ടാൻ ഇഷ്ടമില്ലാത്തവരാണ്. 2026-ൽ ആ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സ്വന്തം കാലിൽ നിൽക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ ഉള്ളിലെ കലാകാരനെ അല്ലെങ്കിൽ കലാകാരിയെ പുറത്തെടുക്കാൻ പറ്റിയ സമയമാണിത്. എഴുതാനോ വരയ്ക്കാനോ പാടാനോ ഒക്കെ കഴിവുള്ളവർ അത് പൊടി തട്ടിയെടുക്കുക. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നിങ്ങൾക്ക് വലിയ പ്രശസ്തി ലഭിക്കാൻ സാധ്യതയുണ്ട്. അയൽവാസികളുമായി നല്ല ബന്ധം സൂക്ഷിക്കാൻ 2026-ൽ ശ്രമിക്കണം. അതിർത്തി തർക്കങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് സംയമനത്തോടെ പരിഹരിക്കുക. കേസിനും വഴക്കിനും പോകരുത്. അത് നിങ്ങളുടെ സമാധാനം കളയും. വിട്ടുവീഴ്ച ചെയ്യുന്നത് തോൽവിയല്ല, മറിച്ച് വിജയമാണെന്ന് മനസ്സിലാക്കുക. ചുരുക്കി പറഞ്ഞാൽ 2026 ചിത്തിര നക്ഷത്രക്കാർക്ക് സ്വന്തമായി വീട് എന്ന സ്വപ്നം പൂവണിയും, പുതിയ വാഹനം സ്വന്തമാക്കാൻ സാധിക്കും, സാമ്പത്തികമായി മെച്ചപ്പെടും, കടങ്ങൾ വീടാൻ സാധിക്കും, ജോലിയിൽ ഉയർച്ചയും വിദേശ യോഗവും ഉണ്ടാകും, ആരോഗ്യം ശ്രദ്ധിച്ചാൽ വലിയ കുഴപ്പങ്ങളുണ്ടാവില്ല. ഇതൊരു പൊതുവായ ഫലമാണ്. ഓരോരുത്തരുടെയും ജാതകത്തിലെ ദശാകാലങ്ങൾ അനുസരിച്ച് ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരാം. എങ്കിലും പൊതുവെ ചിത്ര നക്ഷത്രക്കാർക്ക് 2026 ഭാഗ്യവർഷം തന്നെയാണ്. പേടിക്കേണ്ടതായി ഒന്നുമില്ല. ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ടു പോകുക. വിശ്വകർമാവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ പണിയുന്ന വീട് ഐശ്വര്യത്തിൻ്റെ വിളനിലമാകും. നിങ്ങൾ വാങ്ങുന്ന വാഹനം സുരക്ഷിതമായ യാത്രകൾ നൽകും. 2026-നെ വരവേൽക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുക. പഴയ വിഷമങ്ങളെല്ലാം മറക്കുക. പുതിയൊരു തുടക്കം കുറിക്കുക. കണ്ണാടിയിൽ നോക്കി സ്വയം പറയുക, ഇതെൻ്റെ വർഷമാണ്, ഞാൻ ജയിക്കും. ആ ആത്മവിശ്വാസം മാത്രം മതി ചിത്ര നക്ഷത്രക്കാർക്ക് ഏതൊരു കൊടുമുടിയും കീഴടക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾ സ്പെഷ്യലാണ്. നിങ്ങളുടെ കഴിവുകൾ അപാരമാണ്. അത് തിരിച്ചറിയാൻ വൈകരുത്. 2026 അവസരങ്ങളുടെ വർഷമാണ്. അത് പാഴാക്കരുത്. ഈ അറിവുകൾ ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്തു കൊടുക്കുക. അവർക്കും ഇതൊരു വലിയ ആശ്വാസവും പ്രതീക്ഷയും നൽകും. നല്ല കാര്യങ്ങൾ പങ്കുവെക്കുന്നത് വലിയൊരു പുണ്യമാണ്. അതുപോലെ ഒരു പ്രത്യേക കാര്യം കൂടി, നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയുമാണ് ഈ ചാനലിൻ്റെ ശക്തി. 2026-ന്റെ തുടക്കത്തിൽ
ചിത്ര നക്ഷത്രക്കാർക്ക് വേണ്ടി അവരുടെ ദോഷങ്ങൾ മാറാനും ആഗ്രഹിച്ച വീടും വാഹനവും വേഗത്തിൽ സ്വന്തമാക്കാനും വേണ്ടി ഞാൻ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക ഐശ്വര്യ പൂജയും വഴിപാടും നടത്തുന്നുണ്ട്. ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തണമെന്ന ആഗ്രഹമുള്ളവർ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും കൃത്യമായി രേഖപ്പെടുത്തുക. തീർച്ചയായും ഞാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും 2026 യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ജ്യോതിഷലോകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.